നമസ്കാരം. ഗാസ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കൻ ചേരിയിൽ തന്നെ വലിയ വിള്ളലാണ് വരുത്തിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പ്രവർത്തനം ഇനി അവതാളത്തിലാകും. നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയും മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും ട്രംപിന്റെ ഈ പുതിയ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപനം ട്രംപ് നടത്തിയതെന്നാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകാനാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ. ഗാസയ്ക്ക് സ്ഥിരമായ ഭാവിയില്ലെന്നും യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ ആർക്കും നിലവിൽ താമസിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ട്രംപ് ഈജിപ്ത്, ജോർദാൻ തുടങ്ങി അറബ് രാജ്യങ്ങൾ ഫലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിർദ്ദേശം ഈജിപ്തും ജോർദാനും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. ഗാസയിലെ 1.5 ലക്ഷത്തോളം ഫലസ്തീനുകളെ ബാധിക്കുകയും ലക്ഷക്കണക്കിന് പേർക്ക് ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഇസ്രായേൽ തകർന്ന് തരിപ്പണമായ ഗാസയെ ഇപ്പോൾ അമേരിക്കയെ മുൻനിർത്തി തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് അത്യന്തം അപകടകരമായ നീക്കമാണ്. സ്വന്തം ഭൂമിയിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ട അവസ്ഥ ഗാസയിലെ ജനതയെ ഏറെ പ്രകോപിതരാക്കും. മരിച്ചു വീണാലും ഗാസ വിട്ട് പോകില്ലെന്ന് അവർ ശഠിച്ചാൽ വൻ കൂട്ടക്കുരുതിയാണ് നടക്കുക. അതിന്റെ അലയൊലി ഗാസയിലും പശ്ചിമേഷ്യയിലും മാത്രമല്ല ലോകമെമ്പാടും ആഞ്ഞടിക്കും. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശവക്കുഴി അവർ സ്വയം തോണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക. അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ആധുനിക പോർ വിമാനങ്ങൾ ഉൾപ്പെടെയാണ് റഷ്യയിൽ നിന്നും ഇറാൻ അടുത്തിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. ഭൂഗർഭ അറയിലെ മിസൈൽ ശേഖരത്തിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടാണ് ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരോടൊപ്പം ഹമാസും ഹിസ്ബുല്ലയും ഹൂത്തികളും ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള ആണവ ശക്തികൾ ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ഒരു ആണവ മിസൈൽ അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു വെച്ചപ്പോൾ ആ ക്ഷണം ഓടിവന്ന് സമവായ ചർച്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അത്രയേ ഉള്ളൂ ഒരു വീരശൂര പരാക്രമണത്തിന്റെ ആയുസ്. ഇതുവരെ ഒരു ബോംബ് വീണതിന്റെ കൊടുതികൾ എന്താണെന്നത് അമേരിക്കൻ ജനത അനുഭവിച്ച് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനായിട്ട് ഒരവസരം ട്രംപ് നൽകിയാൽ അതോടെ തീരാന്നുള്ളതേ ഉള്ളൂ അമേരിക്കയുടെ ഈ അഹങ്കാരം എന്നതും ഓർക്കുക നല്ലതാണ്. അമേരിക്കയ്ക്ക് എതിരായ ചേരി മുൻ കാലത്തേക്കാൾ ഇപ്പോൾ ഏറെ ശക്തിപ്പെട്ടു കഴിഞ്ഞു. നാറ്റോ സഖ്യത്തിലും യൂറോപ്യൻ യൂണിയനിലും വരെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഗാസയെ ചൊല്ലി യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ അമേരിക്കയെ സാരമായി അത് ബാധിക്കും. യുക്രൈനെ സഹായിച്ച് അമേരിക്കൻ ആയുധ കലവറ തന്നെ ശൂന്യമായ അവസ്ഥയിലായെന്ന് തുറന്നു പറഞ്ഞതും ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയാൽ വിവരമറിയാനാണ് സാധ്യത. മാത്രമല്ല അമേരിക്കൻ സെനറ്റർമാർ ഭയപ്പെടുന്നത് പോലെ ഗാസ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. പണ്ട് വിയറ്റ്നാം പിടിക്കാൻ പോയ അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പായി അവിടെ മാറിയത് കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് തുടർന്നാണ്. ഒടുവിൽ വിയറ്റ്നാം വിട്ട് അമേരിക്കൻ സേനക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ചരിത്രമാണ്. ഗാസയിലെ ഫലസ്തീനികളെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്ന ആഹ്വാനം അവരുടെ നാട്ടിൽ നിന്നുള്ള പുറത്താക്കൽ ആണെന്നാണ് മുതിർന്ന ഹമാസ് നേതാവ് അബു സൂഹി ചൂണ്ടിക്കാണിക്കുന്നത്. ഗാസ നിയന്ത്രിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹം പരിഹാസ്യവും അസംബന്ധവുമാണ്. ഇത്തരത്തിലുള്ള ഏതൊരാശയവും മേഖലയെ കത്തിജ്വലിപ്പിക്കുന്നുവെന്നാണ് അബു സൂഹി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനും ഹമാസിന്റെ ലക്ഷ്യം ഇല്ലാതാക്കുന്നതിനും ഇസ്രായേലി തീവ്ര വലതുപക്ഷത്തിന്റെ നിലപാടിനോട് അമേരിക്കയുടെ വംശീയ നിലപാട് യോജിക്കുന്നതായാണ് ഹമാസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മരണം വരെ പോരാടാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഫലസ്തീൻ ജനതയെ അവരുടെ മാതൃ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്ന എല്ലാ ആഹ്വാനങ്ങളും PLO നിരസിക്കുന്നതെന്ന് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ഹുസൈനും വ്യക്തമാക്കിയിട്ടുണ്ട്.
അതേസമയം ഗാസയിലെ പലസ്തീനികൾക്ക് ഇസ്രായേലിലെ അവരുടെ വീടുകൾ തിരിച്ചുപിടിക്കാൻ അനുവദിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ പ്രതിനിധി സംഘത്തിന്റെ നേതാവ് റിയാദ് മൻസൂർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലസ്തീൻ ജനതയെ ഒരു നല്ല സ്ഥലത്തേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള അവരുടെ യഥാർത്ഥ വീടുകളിലേക്ക് മടങ്ങാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ട്രംപിന്റെ ഭാഷയിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത്. ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലേക്കില്ലെന്ന് നിലപാടാണ് ഇക്കാര്യത്തിൽ സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്. പലസ്തീനികളെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിരാകരിക്കുന്നതായും സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ നിലപാട് വ്യക്തവും സുവ്യക്തവും ആണെന്നും അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതുമാണെന്നുമാണ് സൗദി അറേബ്യൻ ഭരണകൂടം പറയുന്നത്. ട്രംപിന്റെ നിലപാടിനെതിരെ അമേരിക്കൻ സെനറ്റർ ക്രിസ് മാർഫിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസയിലെ US അധിനിവേശം ആയിരക്കണക്കിന് US സൈനികരുടെ കൂട്ടക്കൊലയ്ക്കും മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളുടെ യുദ്ധത്തിനും കാരണമാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു അമേരിക്കൻ സെനറ്ററായ ക്രിസ് വാൻ ഹോളൻ പറയുന്നത് ഗാസയിൽ നിന്ന് 20 ദശലക്ഷം പലസ്തീനുകളെ പുറത്താക്കി ബലപ്രയോഗത്തിലൂടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം തീർച്ചയായും വംശീയ ഉന്മൂലനം തന്നെയാണെന്നാണ്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇറാനും മറ്റു എതിരാളികൾക്കും ആയുധം നൽകുമെന്നും മേഖലയിലെ അമേരിക്കയുടെ അറബ് പങ്കാളികളെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപകടകരവും വീണ്ടും വിചാരമില്ലാത്തതുമായ ഈ പദ്ധതിക്കെതിരെ അമേരിക്കൻ കോൺഗ്രസ് നിലകൊള്ളണമെന്നും ക്രിസ് വാൻ ഹോളൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലസ്തീൻ ജനതയെ എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്താക്കിയാൽ മനുഷ്യരാശിക്കെതിരായ ഈ കുറ്റകൃത്യം വ്യാപകമായ സംഘർഷത്തിന് വഴിയൊരുക്കുമെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നതിന് തുല്യമാകുമെന്നും ഇത്തരം പ്രവൃത്തി അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സമാനമായ നിലപാടാണ് അമേരിക്കയിലെ നല്ലൊരു വിഭാഗം സെനറ്റർമാർക്കും ഇടയിലുള്ളത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനും ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനുകളെ പുറത്താക്കാനുമുള്ള ഇസ്രായേലി പദ്ധതിയാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇത്തരം കൂട്ടായ ശിക്ഷാ നയം പ്രയോഗിക്കുന്നതിനെ റഷ്യ ശക്തമായി എതിർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ നിർബന്ധിതമായി സ്ഥലം മാറ്റുന്നതിനെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് ചൈന പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യ, ഇറാൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ഇക്കാര്യത്തിൽ ചൈന ഇതിനകം തന്നെ ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. ചൈനക്കെതിരായ നിലപാട് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചാൽ പ്രതിഷേധമുള്ള ചൈന ഗാസയിൽ അവസരം കിട്ടിയാൽ അമേരിക്കയെ കൂട്ടണമെന്ന നിലപാടാണ് ഉള്ളത്. ട്രംപിന്റെ പ്രസ്താവനകൾ സ്വീകാര്യമല്ലെന്നാണ് നാറ്റോ സഖ്യകക്ഷി കൂടിയായ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാർ തുറന്നടിച്ചിരിക്കുന്നത്. പലസ്തീനികളെ സമവാക്യത്തിൽ നിന്ന് പുറത്താക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇസ്രായേലികൾക്കും പലസ്തീനികൾക്കും സമാധാനത്തിനും സുരക്ഷിതത്തിനും ജീവിക്കാൻ കഴിയുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ സർക്കാർ തുടർന്നും പിന്തുണയ്ക്കുമെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യത്തിനകത്തും പുറത്തും പൊട്ടിപ്പുറപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിനുള്ള മുന്നറിയിപ്പായാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. പൊട്ടിക്കാ ന്യൂസ് മലയാളം.